ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കൗച്ചിങ് സ്റ്റിച്ചാണ്. കൗച്ചിങ് സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത് പഠിച്ചു. സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മളൊരു മോട്ടീവും ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് കൗച്ചിങ് സ്റ്റിച്ചിന്റെ തന്നെ ഒരു വേരിയന്റ് ആയിട്ടുള്ള റെയിൻബോ കൗച്ചിങ് ആണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൗച്ചിങ് സ്റ്റിച്ചിൽ നമ്മൾ മെയിൻ ത്രെഡ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ കളറാണ്. റെയിൻബോ കൗച്ചിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ ത്രെഡ് 6 or 7 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതായത് റെയിൻബോ കളേഴ്സ് പോലെ ഒന്നുകിൽ 6 കളർ ത്രെഡ് എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ 7 കളർ ത്രെഡ് എടുക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 7 കളർ ത്രെഡ് ആണ്. ഓരോ ത്രെഡും 2 ലെയർ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോ കളറും 2 ലെയർ വെച്ച് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൂചിയിൽ കോർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. വലിയ ഹോളുള്ള സൂചിയിൽ മാത്രമേ നമുക്ക് ഇത്രയും ത്രെഡ് ഒരുമിച്ച് ഇതുപോലെ കടത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി സിംഗിൾ ത്രെഡ് ആയിട്ട് യൂസ് ചെയ്യാം, അതായത് ഒരു കളറ് ഒരു ലെയർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചുകൂടി വിസിബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ലെയേഴ്സ്, ഓരോ കളറും 2 ലെയേഴ്സ് എടുത്തിട്ടുള്ളത്. സൂചിയിലേക്ക് കടത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെയർ ആയിട്ടും എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വലിയ സൂചി ഉള്ളത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ചെറിയ ഹോളുള്ള സൂചിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരു കളറ് ഒരു ത്രെഡ് അങ്ങനെ ആ ഒരു രീതിക്ക് എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് 7 ലെയേഴ്സേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഓരോ കളറും 2 ലെയർ വെച്ചിട്ടാണ്. അപ്പോൾ എനിക്കിവിടെ 14 ലെയർ ഉണ്ട് ടോട്ടലായിട്ട്. അപ്പോൾ വലിയ ഹോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം, കുറച്ചും കൂടി കളേഴ്സ് വിസിബിൾ ആയിട്ടുണ്ടാവും. ഈ ചെറിയ ഹോളുള്ള നോർമൽ സൂചിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഓരോ ലെയർ വെച്ച് എടുത്താലും മതി. പ്രോസസ്സ് സെയിം ആണ് വരുന്നത്. നമുക്ക് കുറച്ചും കൂടി വിസിബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ 2 ലെയർ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നോർമൽ നമ്മൾ സൂചി ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ സൂചി നമ്മൾ ഇതേപോലെ കുത്തിയെടുക്കുക കേട്ടോ. കുത്തിയെടുത്ത് നമുക്ക് ഈ ഒരു ത്രെഡ്, എല്ലാ ത്രെഡും നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ത്രെഡ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എല്ലാ ത്രെഡും ഒരേ രീതിയിൽ കാണുക. ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾ ഈ സ്റ്റിച്ച് അവസാനിപ്പിക്കുന്നത്, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, എല്ലാ ത്രെഡും നമുക്ക് കാണാൻ പറ്റും, എല്ലാ കളറും നമുക്ക് കാണാൻ പറ്റും. അതേസമയം ട്വിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കളേഴ്സ് നമ്മൾ യൂസ് ചെയ്തത് കാണൂല. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് എൻഡ് ചെയ്യുന്നത് അവിടേക്ക് നമുക്ക് സൂചി കുത്തി ഇറക്കി കൊടുക്കാം. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് എവിടെയാണോ നമ്മളിത് എൻഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് സൂചി കുത്തി ഇറക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് സൂചി ഞാൻ കുത്തി ഇറക്കി കൊടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഇവിടെ ഈ മെയിൻ ത്രെഡ് യൂസ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് കൗച്ച് ചെയ്തെടുക്കാം. നമ്മുടെ മെയിൻ ത്രെഡ് കൗച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ചിങ് ത്രെഡ് എടുത്തിട്ടുണ്ട്. 6 ലെയർ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഫുൾ സ്ട്രാൻഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 6 ലെയർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരൊറ്റ തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ സെയിം ഗ്യാപ്പ് ഇട്ട് നമ്മൾ കൗച്ചിങ് സ്റ്റിച്ചിൽ ചെയ്ത അതേപോലെ തന്നെ ഗ്യാപ്പ് ഇട്ട് നമ്മുടെ മെയിൻ ത്രെഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിത് കൗച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചുളിവുകളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമുക്കിത് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ റെയിൻബോ കൗച്ചിങ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഒരു മോട്ടിഫ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ റെയിൻബോ കൗച്ചിങ്ങിൻ്റെ മോട്ടിഫിന് വേണ്ടിയിട്ട് ഞാൻ പിക്ചർ ഇവിടെ ഫ്രെയിമിൽ ക്ലോത്തിൽ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കളർഫുൾ ത്രെഡും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം 2 ലെയേഴ്സാണ് എടുത്തിട്ടുള്ളത്. എല്ലാ കളറും നമുക്കിത് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിത് കുത്തിയെടുത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്കിത് കൗച്ച് ചെയ്തെടുക്കാം. ഞാനൊരു 6 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്കിത് കറക്റ്റായിട്ട് നമ്മുടെ മെയിൻ ത്രെഡ് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ നൂല് ചുറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നതാട്ടോ. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണേ. കറക്റ്റായിട്ട് നമുക്ക് ആ ലൈനിൽ വെച്ച് കൊടുത്ത് ഇത് കംപ്ലീറ്റ് കൗച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള കോർണർ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കോർണർ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ.
സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഇത് എൻ്റെ ഇതും സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും സെയിം ആണ് വരുന്നത്. ഒരു രീതിക്ക് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത്. നമ്മുടെ മെയിൻ ത്രെഡ് ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മുടെ മെയിൻ ത്രെഡ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് കേട്ടോ. ബാക്കി മൊത്തത്തിൽ നമുക്ക് കാണുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ത്രെഡാണ്. ഈ ഒരു രീതിക്കാണ് നമ്മുടെ റെയിൻബോ കൗച്ചിങ്ങിൻ്റെ മോട്ടിഫ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇതാണ് നമ്മുടെ റെയിൻബോ കൗച്ചിങ്ങിൻ്റെ മോട്ടിഫ് വരുന്നത്. നമ്മുടെ എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ത്രെഡും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ ത്രെഡും നമുക്ക് നല്ല വിസിബിൾ ആയിട്ടാണ് നമ്മുടെ ഓരോ ഭാഗത്തും വരുന്നത്. നമ്മുടെ മോട്ടിഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതേപോലെ ചെയ്ത് പഠിക്കുക, ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക, മോട്ടിഫ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഓരോ മോട്ടിഫുകളും നിങ്ങൾ റെക്കോർഡ് ബുക്കിലേക്ക് റെക്കോർഡാക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാൻ എൻ്റെ റെക്കോർഡിൽ ചെയ്തിട്ടുള്ള റെയിൻബോ കൗച്ചിങ്ങിൻ്റെ മോട്ടിഫ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മോട്ടിഫ് കേട്ടോ. ഇതിൽ ഞാൻ ചെറിയ ഗ്യാപ്പ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള മോട്ടിഫിൽ കുറച്ചും കൂടി ഗ്യാപ്പ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നവർ, ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ പഠിക്കാൻ അറിയുന്നവരൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു സ്റ്റിച്ചിങ് മോട്ടിഫായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.